ഭക്ഷണം എടുത്തിട്ടോ. ചെല്, ഭക്ഷണം എടുത്തിട്ട് വാ. വിശന്നിട്ട് വയ്യ. ചെല്. ഫുഡ് എടുക്ക്. ഇന്ന് 8ന്റെ പണിയാണ് പിശുക്കേട്ടാ. ഓ, കഞ്ഞിയോ? കഞ്ഞി എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അല്ലെങ്കിലും കഞ്ഞികൾക്ക് കഞ്ഞി ഇഷ്ടമല്ലല്ലോ. ഒറ്റ ഇതെന്താ, കഞ്ഞിക്ക് തൊട്ടുകൂട്ടാനൊന്നുമില്ലേ? ഇതെന്താ, പച്ചമുളകോ? തൽക്കാലം ഇതേ ഉള്ളൂ. ഓ, ഒരു ഗതികേടേ. എന്തായാലും പച്ചമുളകെങ്കിലും കൊണ്ടുവച്ചല്ലോ, ഭാഗ്യം. ഭാര്യയാണ് പോലും ഭാര്യ. എടി, പയറുതോരൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല കോമ്പിനേഷൻ ആകുമായിരുന്നു. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കറി വെക്കാനാ? നക്കാപ്പിച്ച പണത്തിന് നാക്കെരിയുന്ന പച്ചമുളകെ കിട്ടും. ഓ, ഇതൊക്കെ ചെലവ് ചുരുക്കലിന്റെ ഭാഗം. അനുഭവിച്ചേ പറ്റൂ. പ്രകാശിന്റെ പോക്കറ്റിൽ നിന്ന് തൊട്ടുവാരി അറിയാത്ത എന്റെ ചുരുക്ക. എല്ലാവരും ചേർന്ന് എന്നോട് പകവീട്ടാ. കയ്യിലിരിക്കേയുള്ളൂ, പ്രകാശ് നോക്കില്ല. ഇവിടെ ഒരാൾക്ക് കഞ്ഞി പോലുമില്ല. ഹരിതേ, ഹരിമോളെ, എനിക്കുള്ള നൈറ്റ് ഫുഡിങ് എടുത്തേക്കെ. അടി. ഇവർക്ക് രാജകീയ ഭക്ഷണമാണല്ലോ പൊറോട്ടയും ചിക്കനും. എനിക്ക് മാത്രം കഞ്ഞിയും. ഈ ഏർപ്പാട് ശരിയാകില്ല. ഇതെല്ലാം ജോലി കഴിഞ്ഞ് വരുമ്പോ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഫുഡാ മനോജ്. ഞാൻ കാശ് മുടക്കി വാങ്ങിയതാ, അറിയോ? മനോജ് വന്നിരുന്ന നല്ല അടിപൊളി ചിക്കൻ പീസ്. കാണുമ്പോ തന്നെ കൊതി വരുന്നു. ഇച്ചിരിയേ പിച്ചി കളഞ്ഞേക്കാം. അല്ലെങ്കിലേ വായില് വെള്ളം ഇറക്കുന്നവരുടെ കൊതി കിട്ടിയ വയറിളകും.
എന്താ ടേസ്റ്റ്? സ്പെഷ്യൽ നാടൻ കോഴിയാ. 2 പാഴ്സലിനും കൂടി 1000 രൂപയാ. ആണോ? ഭക്ഷണത്തിന്റെ കാര്യത്തിലെങ്കിലും നമ്മൾ മനുഷ്യര് കാശ് നോക്കാൻ പാടില്ലല്ലോ. നല്ല മണമല്ലേ, നല്ല രുചിയാ. പാവം പ്രകാശേട്ടൻ. ആഹാ, എന്താ ടേസ്റ്റ്. പ്രകാശേട്ടാ, കുറച്ചുകൂടെ കഞ്ഞി എടുക്കട്ടെ. കഞ്ഞി നിന്റെ മറ്റവരും കൊടുക്ക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കുറച്ചെടുത്ത് നിന്റെ അണ്ണാക്കിലേക്ക് കോരി ഒഴിക്കണി. അയ്യോ, കഞ്ഞിയും പച്ചമുളകും ഇടുന്ന കടയുണ്ടായിരുന്നു. പ്ലേറ്റിന് വെറും 30 രൂപ മാത്രം. 970 രൂപ ലാഭിക്കായിരുന്നു. ശബരിമല സീസൺ അല്ലേ? സ്വാമിയേ ശരണമയ്യപ്പ. അയ്യോ, പറയാൻ പാടില്ല. ചിക്കൻ. നല്ല അടിപൊളി കഞ്ഞി. ഇത് കുടിക്കാനും ഒരു യോഗം വേണമല്ലടി. ദൈവമേ, വർഷയുടെ ജീവിതം അപകടത്തിലാ. അതിനിടയിലാ ഇവിടെ മത്സരം. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് പറ്റുമെന്നുള്ള ടെൻഷനിലാണ് ഞാൻ. എന്താ മോളെ? അച്ഛൻ എന്താ ഒന്നിലും ഇടപെടാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്? എല്ലാവരും ഒതുങ്ങിക്കൂടി ഇരിക്കുകയല്ലേ മോളെ? അവനും അതല്ലേ ചെയ്യാൻ കഴിയൂ. 5 മക്കളുടെ തന്തയായ അവൻ പരസ്പരം തമ്മിലടിക്കുന്ന മക്കളെ കണ്ട് ഒളിഞ്ഞിരുന്ന് കരയുമായിരിക്കും. അച്ഛനൊന്നും കാണുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ മൊത്തത്തിൽ പ്രശ്നങ്ങൾ അച്ഛമ്മ. കുത്തുവാക്കുകളും പോരുവിളികളും ഒക്കെ അച്ഛമ്മയും കണ്ടതല്ലേ? എല്ലാം ഒത്തിരുമയില്ലാത്തതിന്റെ ഫലങ്ങളാ. അച്ഛൻ ഇതിൽ ഇടപെടാതിരിക്കുന്നത് കഷ്ടാണ്. ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ അച്ഛന് മാത്രമേ കഴിയൂ. ഈ കാര്യത്തിൽ അവൻ നിസ്സഹായനാണ് മോളെ. ഒരു മകനോട് സഹായം ചോദിച്ചതിന്റെ അനന്തര ഫലങ്ങളാ ഇപ്പൊ ഈ കണ്ടതൊക്കെ. അത് പരിഹരിക്കണമെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്തവൻ മക്കളുടെ കാല് പിടിക്കേണ്ട ഗതികേട് വരും. അത് വേണോ? മക്കളുടെ മുന്നിലുള്ള ഈ കാലുപിടുത്തവും തോൽവിയൊക്കെ ഈ വയസ്സുകാലത്ത് അവനെ കൊണ്ട് ചെയ്യിക്കണോ? എന്നാ നീയും ചെല്ല്. അവൻ ഉറക്കം കിട്ടാതെ കട്ടിലെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ടാവും. സരശയി കിടക്കുന്ന അവന് ഒരു ശരം കൂടി താങ്ങാനുള്ള കൽപ്പൊക്കെ കാണും. ചെല്ല്. അറിയാച്ചമ്മേ, മകളുടെ ജാതകദോഷത്തെ ചുറ്റുമുള്ളവരെല്ലാം നാഴികയ്ക്ക് 40 വട്ടം പഴിക്കുമ്പോ ചങ്ക് പടഞ്ഞു നിൽക്കുന്ന എന്റെ അച്ഛനെ എനിക്കറിയാം. ദീമോളെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചപ്പോ അത് മകളുടെ ഭാവിക്ക് തടസ്സമാണെന്ന് അറിഞ്ഞിട്ടും അച്ഛൻ എതിർത്തില്ല. എന്റെ ഇഷ്ടത്തിന് വിട്ടു. സ്വന്തം സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരുക്കി നടക്കുന്ന ആ അച്ഛനില്ലേ, ആ അച്ഛന്റെ മനസ്സറിയാൻ പറ്റാതെ പോയ ഓളായി പോയില്ലേ അച്ഛമ്മ ഞാൻ. എന്റെ ഭഗവാനെ,
ചിന്തിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാനിനി എന്താ ചെയ്യേണ്ടത്? വീട്ടിലെ പോരും മുറുകിക്കൊണ്ടിരിക്കുന്നു. ആ ശാപത്തിന്റെ പിടിയില. ദേവളുടെ ഭാവി, അവളുടെ അച്ഛനെയും അമ്മയും കൊന്നവര് പുറത്ത് വിലസി നടക്കുന്നു. എല്ലാത്തിനും പരിഹാരം കാണേണ്ടത് ഇപ്പൊ എന്റെ മാത്രം ബാധ്യതയായിരിക്കുന്നു. ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ ഒളിച്ചോടുന്നില്ല. ദേവി മഹാമായി, നീ തന്നെ ആശ്രയം. ദീമോളെ, ദീമോളെ, മോളെ, ഇവളിതെവിടെ പോയി? മോളെ, മോളെ. ഈശ്വര, കുഞ്ഞിനെവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. ഇവിടെ വഴക്കും വക്കണും മത്സരം ഒഴിഞ്ഞ് നേരമില്ല. എന്റെ കുഞ്ഞ് വിഷമം സഹിക്കാനാവാതെ അവളുടെ പേര് പറഞ്ഞ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് കാരണം എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി കാണുമോ? ഈശ്വര. മോളെ, 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 മോളെ. മോളെ തട്ടിക്കൊണ്ട് പോകാൻ തക്കം പറത്ത് നടക്കാരാക്കി. അവളെങ്ങനെ എന്റെ കുഞ്ഞിനെ? ഈശ്വര, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. മോളെ, മോളെ. ഈശ്വര, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. മോള് കരഞ്ഞെന്ന് എനിക്കറിയാലോ. കരഞ്ഞതിന്റെ കാരണം പറ, എന്നിട്ടേ വന്ദനമ്മ ഓഫീസിൽ പോകുന്നുള്ളൂ. ഒന്നുമില്ല വന്ദനമ്മേ, കണ്ണിലൊരു പൊടി പോയി, അതാ. കള്ളം പറയാനൊക്കെ പഠിച്ചല്ലേ? മര്യാദയ്ക്ക് സത്യം പറ. അതെ, യൂണിഫോം ഇട്ട് ബാഗും തൂക്കി കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഞാൻ കണ്ടു. അപ്പഴാ എനിക്ക് കരച്ചിൽ വന്നത്. അതൊന്നും കണ്ട് മോള് സങ്കടപ്പെടണ്ട. കാല് സുഖമാകുമ്പോ മോളെയും വന്ദനമ്മ സ്കൂളിലേക്ക് അയക്കുമല്ലോ. അടിപൊളി ബാഗ്, വാട്ടർ ബോട്ടില്, ടിഫിൻ കാരിയർ ഒക്കെ വാങ്ങി തരുകയും ചെയ്യും. ദേ, എന്നിട്ട് എന്തോ ഒരു മൂഡൗട്ട്. സ്കൂളിൽ പോണേന് പൈസ വേണ്ടേ? എന്റെയും വിനോദങ്ങളിലെ ചെലവൊക്കെ വന്ദനമ്മല്ലേ നോക്കേണ്ടത്. മോൾ അത്രയ്ക്ക് കടന്നൊന്നും ചിന്തിക്കണ്ട. വന്ദനമ്മയ്ക്ക് ഇപ്പൊ ജോലി ഉണ്ടല്ലോ. കുറച്ചുകൂടെ കഴിയുമ്പോ വലിയ ശമ്പളവും കിട്ടും. എല്ലാ ചെലവുകളും കഴിഞ്ഞ് കുറെ പണം മിച്ചം വെക്കാനും പറ്റും. മനസ്സിലായോ? ഇപ്പൊ മൂഡൗട്ടൊക്കെ മാറിയോ? അതെ, പുറത്തു വന്നിങ്ങനെ ഒറ്റയ്ക്കിരിക്കരുത്. അച്ഛമ്മയും മുത്തശ്ശോ വിനുവെങ്കിലോ കാണാത്ത ദൂരത്ത് പോവുകയും ചെയ്യരുത്. ഇല്ല. എന്ന് വന്ദനമ്മ പോയിട്ട് വരട്ടെ. ടാറ്റാ. ടാറ്റാ. ബൈ.
ജീവിച്ചിരിക്കുമ്പോൾ പോലും കൂടെ വേണമെന്ന് തോന്നത്തക്ക വിധം എൻ്റെ മനസ്സിലേക്ക് പടർന്നു കയറിയ നിന്നെ ഞാൻ എങ്ങനെ നഷ്ടപ്പെടുത്തും? നീ ആരാ? എൻ്റെ മുൻജന്മത്തിലെ പ്രണയിനിയാണോ? ഹലോ. ഹലോ, ഞാൻ ഡോക്ടർ കാർത്തികേ. ആ പറയൂ ഡോക്ടർ. ജഗൻ, ഇന്ന് ദിയമോൾക്ക് ഫിസിയോതെറാപ്പി ആരംഭിക്കുക. ആ കാര്യങ്ങളൊക്കെ ജഗൻ പറഞ്ഞതുപോലെ തന്നെ. ആ സന്തോഷം. ആ ഫിസിയോതെറാപ്പിയോട് കഴിയുന്നതോടെ ദിയമോളുടെ നടത്തത്തിന് മാറ്റം വരുമല്ലോ അല്ലേ? തീർച്ചയായും ഫിസിയോതെറാപ്പി ചെയ്ത് കഴിയുമ്പോഴേക്കും മാറ്റം വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഡോക്ടർ, തെറാപ്പി എപ്പോഴാണ് തുടങ്ങുക? 10 മണിയോടെ ആരംഭിക്കും. ജഗൻ എത്തുമല്ലോ അല്ലേ? ആ ഉറപ്പായിട്ട് എത്തിയിരിക്കും. ഈ വിവരം വിളിച്ചറിയിച്ചതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. ശരി ഡോക്ടർ. ദിയമോളുമായി വന്ദനയാവും ഹോസ്പിറ്റലിൽ വരുന്നത്. വന്ദനയുടെ ഇഷ്ടം പയ്യെ പയ്യെ ഞാൻ പിടിച്ചെടുക്കും. അവൾ എൻ്റെ പെണ്ണ, എൻ്റെ മാത്രം പെണ്ണ. വിക്രമിന്റെ വി ഫാർമസ്യൂട്ടിക്കലിന്റെ ഫയലുകളെല്ലാം ഞാനിവിടെ വെച്ചിരുന്നതാണല്ലോ. അതൊക്കെ എവിടെ പോയി? വന്ദന എന്താ തിരയുന്നത്? സർ, നാളെ വെച്ചിരിക്കുന്ന കേസിന്റെ ഫയലാ നോക്കുന്നത്. അത് രാവിലെ ഞാൻ എടുത്തു. അതിന് തിരയേണ്ട വന്ദന. ഒന്നാമത് ആ റാക്കിൽ തൊട്ടാലേ പൊടിയാ. സർ, ഇവിടെ അടുക്കി വെച്ചിരുന്ന വി ഫാർമസ്യൂട്ടിക്കലിന്റെ ഫയലുകളൊന്നും കാണുന്നില്ലല്ലോ. അതെന്തിനാ വന്ദന തിരയുന്നത്? അത് സർ, അത് പിന്നെ അത് ഞാൻ ഈ ഫയലുകളെല്ലാം ആൽഫബറ്റിക് ഓർഡറിൽ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുഡ്. എന്നിട്ട് അതിനിടയിലാ കഴിഞ്ഞ ദിവസം സാറ് ഓഫീസ് സമയം കഴിഞ്ഞു പോകാന്ന് പറഞ്ഞത്. ഓ അങ്ങനെയാണോ? ആ വി ഫാർമസ്യൂട്ടിക്കലിന്റെ ഫയൽ കൂടെ കിട്ടിയ ആ ജോലി അങ്ങ് പൂർത്തിയാക്കായിരുന്നു. മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഫയലുകൾ കണ്ടുപിടിക്കുകയും ചെയ്യാം. നല്ല കാര്യം. പറ്റുമെങ്കിൽ ഫയലുകളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് ആക്കുകയും കൂടി ചെയ്യണം. പിന്നെ വി ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഫയലുകൾ വന്ദന പരിശോധിക്കുകയോ അടുക്കി വയ്ക്കുകയോ വേണ്ട. ഓക്കെ, അത് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കട്ടെ. ശരി സർ. സർ, സർ, എനിക്കിന്ന് കുറച്ച് നേരത്തെ പോയാൽ കൊള്ളായിരുന്നു. ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോണായിരുന്നു. എന്തു പറ്റി? പൊടിയടിച്ച് പ്രശ്നമായി കാണുമല്ലേ? അല്ല സർ, മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. മോളോ? അതിന് വന്ദനയുടെ കല്യാണം കഴിഞ്ഞാണോ? രാജു മേനോനുമായിട്ടുള്ള കല്യാണം മുടങ്ങിയ കഥ വരെ SMC നായർ പറഞ്ഞിട്ടുള്ളൂ. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല സർ. ഓ, എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ എടുത്തു വളർത്തുന്ന ഒരു കുട്ടി എനിക്കുണ്ട്. ഓ അങ്ങനെയാണോ? ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവർ വളരെ അപൂർവമായിട്ടേ കാണും. ആട്ടെ, ആരെയാ വന്ദന എടുത്തു വളർത്തുന്നു? ദിയാന്ന മോളുടെ പേര്. നൈസ് നെയ്. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇതുവരെ സ്കൂളിൽ ചേർത്തിട്ടില്ല സർ. അതെന്താ? രാജീവ് സാറിന്റെ ആക്സിഡന്റിനെ കുറിച്ച് സാറിന് അറിയാലോ. ആ ആക്സിഡന്റിൽ രാജീവ് സാറിനോടൊപ്പം സാറിന്റെ അമ്മയും മരിച്ചു. ആകെ അവശേഷിച്ചത് ദിയമോള. അപ്പോ? അതെ സർ. രാജീവ് മേനോന്റെ മകളെ
ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ വളർത്തുന്നത്.